നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ റീഡിങ്ങിന് പകരം ഞാൻ യു വേഴ്സസ് ദെം ആണ് നോക്കിയത്. വെച്ചാൽ നിങ്ങൾ വേഴ്സസ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു റീഡിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അതിന്ന് ഇടാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഓറക്കിൾ മെസ്സേജ് നോക്കും, പിന്നെ അവർക്ക് നിങ്ങളോടിപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കും, പിന്നെ അവർക്ക് നിങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, പിന്നെ നിങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്താണ്. എല്ലാം ഉണ്ടാവുമല്ലോ, എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത എന്താണ്, പിന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് എന്താണ് ഭയം അത് നോക്കും, പിന്നെ എന്തായിരിക്കും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇത്രയും കാര്യമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. 3 കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്: യെല്ലോ, ബ്രൗൺ, ഗ്രീൻ. യെല്ലോ, ബ്രൗൺ, ഗ്രീൻ. ഇത് ബ്രൗൺ ആണ്, ബ്ലാക്ക് അല്ല കേട്ടോ. അപ്പോൾ യെല്ലോ, ബ്രൗൺ, ഗ്രീൻ കേട്ടോ. ഈ 3 കളേഴ്സാണ്. ഞാൻ ആദ്യം ഗ്രീനിൻ്റെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് നോക്കും, സാധാരണ പോലെ തന്നെ, നമ്മുടെ റെഗുലർ റീഡിംഗ് പോലെ ഓറക്കിൾ മെസ്സേജ് നോക്കിയിട്ടാണ് ബാക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ സെലക്ടറുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. നമ്മുടെ കാലം ഭയങ്കരമായിട്ട് പുരോഗമിച്ചു പോയി. എന്ന് വെച്ചാൽ പണ്ട് വീടിനടുത്തുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും നമ്മളെ വീട്ടിലുള്ളവരുടെയും, പിന്നെ നമ്മൾ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെയും, പിന്നെ അയൽവാസികളുടെയും കുറ്റപ്പെടുത്തൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. നമ്മളുടെ ഒരു വീഡിയോ ഫേമസ് ആയി കഴിഞ്ഞാൽ അത് നല്ലതും ചീത്തയും ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു നമ്മളെല്ലാവരും കണ്ട വീഡിയോ ആണ്. കുഞ്ഞുവാവ മീൻസ് സൺഷെയ്ൻ അങ്ങോട്ട് വീണ് പോയിട്ട് താഴത്തേക്ക് 3-ാം നിലയിൽ നിന്ന് വീഴാൻ പോയിട്ട് ആൾക്കാരെ രക്ഷിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞിൻ്റെ അമ്മ മരിച്ചുപോയി. നഷ്ടമാണ് ആ കുഞ്ഞിന്, അല്ലേ? ആ കുഞ്ഞ് രക്ഷപ്പെട്ടു, ആ കുഞ്ഞിനെ അമ്മ നഷ്ടപ്പെട്ടു. അത് ഏറ്റവും വലിയ തെറ്റാണ് ലോകത്തിൽ. അമ്മയില്ലാതെ ഒരു കുഞ്ഞ് വളരുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അതിനൊരു 5 വയസ്സുള്ള ചേട്ടനും ഉണ്ട് ആ കുഞ്ഞിന്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾക്കാണ് അമ്മ നഷ്ടമായത്. ആരുടെ കുറ്റം കൊണ്ട്? നമ്മളുടെ കുറ്റം കൊണ്ട്. നമ്മളാണ് അവരെ, ഒരു പരിചയമില്ല, നമുക്കറിയില്ല അവരെന്തുകൊണ്ടാണ്, ആ കുഞ്ഞ് എങ്ങനെയാണ് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയത് എങ്ങനെയാണ്, ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കൂളായിട്ട് അവരെ ചീത്ത പറഞ്ഞു. അവരുടെ തെറ്റ് കൊണ്ടാണ്, ശ്രദ്ധിക്കണ്ടേ കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്തു എന്ന് പറഞ്ഞവരെ. അവർ സൂസൈഡ് ചെയ്തു. കഷ്ടമാണത്. ഈ ബുള്ളി ചെയ്തവരിൽ എത്ര പേർക്ക് ആ കുറ്റബോധം ഉണ്ടാവും മനസ്സിൽ? ഈ മരണ വാർത്ത അറിയുമ്പോൾ അയ്യോ ഞാനും ഒരു കമൻറ്റ് ഇട്ടതാണല്ലോ അവരെ ചീത്ത പറഞ്ഞ് എന്ന് എത്ര പേര് ഓർക്കുന്നുണ്ടാവും? അത് ഓർത്ത് എത്ര പേര് പശ്ചാത്തപിക്കുന്നുണ്ടാവും? അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനും നമുക്കറിയില്ല. ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിൽ കൂടിയാണ് ഓരോരുത്തർ പോകുന്നത്. നമ്മൾ നോക്കിക്കാണുന്ന പോലെ ആയിരിക്കില്ല അവർ നോക്കിക്കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കമൻസ് ഒക്കെ ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ആരെ ചീത്ത പറഞ്ഞാലും നമുക്കൊരു അധികാരമില്ല ആരും ചീത്ത പറയാൻ. കാരണം നമുക്കറിയില്ല, നമുക്കൊരു പരിചയമില്ലാത്ത ആളാണ്. അവരുടെ ജീവിതം എങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല. മനസ്സിലായോ? അപ്പം നമ്മൾ വെറുതെ വായി തോന്നണം. നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമുക്ക് വീഡിയോ കാണുമ്പോൾ ഫ്രീഡം ഉണ്ട് കമൻറ്റ് ഇടാൻ എന്ന് പറഞ്ഞിട്ട് അവരെ ഇട്ട് ചീത്ത പറഞ്ഞ വല്ല കാര്യമാണ്. അവർ സൂയിസൈഡ് ചെയ്തു. ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. 2 കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയാണ് നഷ്ടപ്പെട്ടത്. പാവങ്ങൾ. വെറുതെ പറഞ്ഞതാണ്. അതിങ്ങനെ ഓർത്തപ്പോഴേ ഇങ്ങനെ ഭയങ്കര സങ്കടമായിപ്പോയത് കണ്ടപ്പോൾ. 7 മാസമുള്ള കുഞ്ഞാണത്. അതിനാണ് അമ്മയെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഭഗവാനെ ഓറക്കിൾ മെസ്സേജ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് ഇപ്പോൾ എടുക്കുന്നത്. ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്.
കാർഡ്സ് വരുന്നില്ല. എംബ്രേസ് ഫോർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ലേൺ ദ ആർട്ട് ഓഫ് ഫോർഗിവ്നെസ് ടു ലിബറേറ്റ് യുവർ സെൽഫ് ഫ്രം എനർജി ബ്ലോക്സ് ഫോസ്റ്ററിങ് എ പോസിറ്റീവ് ആൻഡ് സക്സസ്ഫുൾ ലൈഫ്. അപ്പോൾ നെഗറ്റീവ് എനർജീസിൽ നിന്ന് നമ്മൾ വിട്ടുപോരണം എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അവരോട് മീൻസ് നമ്മളുടെ പ്രശ്നങ്ങൾ സഹിക്കാൻ കുറേയൊക്കെ നമുക്ക് സഹിക്കാനുള്ള കപ്പാസിറ്റി വേണം. ഈ ചില സമയത്ത് ദൈവം പരീക്ഷിക്കും നമ്മളെ. ചിലപ്പോൾ നല്ലൊരു കാര്യം, ഇപ്പോൾ ദൈവത്തിന് നമുക്കൊരു ലോട്ടറി അടിപ്പിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ലോട്ടറി അടിപ്പിക്കുമ്പോൾ നമ്മളത് അടിച്ചു പൊളിച്ച് കളയണമെങ്കിലോ, അത് നമ്മളുടെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. എന്നാലും നമ്മൾ അടിച്ചു പൊളിച്ച് കളയുകയാണെങ്കിൽ ആ ദൈവം അത്രയും കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒരു ലോട്ടറി അടിക്കാൻ പല കാര്യങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു ലോട്ടറി അടിക്കുക. ആ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമുക്ക് വന്നു കയറുന്നത് ഇപ്പോൾ പേപ്പറിൽ കാണാറുണ്ട്, 1 കോടി അടിച്ചാളിപ്പം ഒന്നുമില്ലാതെ കയ്യിലൊന്നുമില്ലാതെ പിന്നെയും പഴയ സ്ഥിതി പഴയതിലും കഷ്ടമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിലൊക്കെ വരുമോ എന്ന് അറിയാൻ വേണ്ടി ദൈവം ഒന്ന് പരീക്ഷിക്കും. അങ്ങേയറ്റം നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നല്ലോണം നമ്മളെ പരീക്ഷിക്കും. മനസ്സിലായി? അപ്പോൾ അതിനകത്ത് പലതും പെടും. മീൻസ് ഫ്രണ്ട്സിൻ്റെ കുറ്റപ്പെടുത്തലും, അവർ ചിലപ്പോൾ നമ്മളോട് ചീത്തയായിട്ട് പെരുമാറും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണണം. അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും പഠിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇങ്ങനെ കാർഡ്സ് കാണുമ്പോൾ കുറേ മീനിങ്സ് വരും, പക്ഷെ ഞാനതൊന്നും പറയുന്നില്ല. കാരണം ക്ലാരിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് കാര്യങ്ങളുടെ പിടുത്തം കിട്ടുള്ളൂ. കുറേ കാർഡ്സ് റിവേഴ്സും കുറേ കാർഡ്സ് അപ്രൈറ്റും ഉണ്ട് ഇതിനകത്ത്. ഒരു മിക്സ്ഡ് സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഏസ് ഓഫ് കപ്സ്, ഇവിടെ സ്നേഹമില്ലാതെയില്ല കേട്ടോ, സ്നേഹമുണ്ട്. ഇതൊരു സ്നേഹമുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന, നിങ്ങൾ മൈൻഡ് ഗെയിംസ് കളിക്കുന്ന, സത്യം തുറന്നു പറയാത്ത, ഫീലിങ്സ് കാണിക്കാത്ത ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ഇല്ലായ്മ കാണുന്നുണ്ട്. ആ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ആ പേഴ്സൺ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ അതിനകത്തൊരു 6 ഓഫ് പെൻറ്റക്കിൾസും കണ്ടു, പിന്നെ ഒരു 4 ഓഫ് കപ്സ് റിവേഴ്സ് കണ്ടു. 4 ഓഫ് കപ്സ് അല്ല, 6 ഓഫ് കപ്സ് റിവേഴ്സ് കണ്ടു. അത് നൊസ്റ്റാൾജിയാണ്. പക്ഷേ അത് പഴയ കാര്യങ്ങൾ ഓർക്കാൻ, നിങ്ങളെക്കുറിച്ച് അതൊന്നും ഓർക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫോർഗീവ്, ക്ഷമിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇവിടെ 2 ക്വീൻസ് ഉണ്ട്. ഒരു ക്വീൻ റിവേഴ്സ് ആണ്, ക്വീൻ ഓഫ് വോൺസ്. ഇത് ഭയങ്കര വിഷമുള്ള ഒരു ഫീമെയിൽ എനർജിയാണിത്. ഇത് അതുപോലെ തന്നെ വിഷമില്ല, പക്ഷെ അതിലും വലുതായിട്ട് നാക്കിന് വലിയ മൂർച്ചയുള്ള ഒരു ഫീമെയിൽ എനർജിയാണിത്. വെട്ടൊന്ന് മുറി 2 എന്ന് വിചാരിക്കുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഇവരാണെങ്കിൽ വായി തോന്നണ അനാവശ്യം മുഴുവൻ പറയും. അവർക്കൊരാളെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നാട് മുഴുവനും ആ കാര്യം അറിയുകയും ചെയ്യും. ഇവരെ ഭയങ്കരമായിട്ട് അനാവശ്യം പറയുന്ന ഒരാളാണ് മറ്റേ ആളെ. അപ്പോൾ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ 2 പേര് വന്നിട്ടുണ്ടാവാം. ഒരാളെ ഈ പേഴ്സൺ ഉപേക്ഷിച്ചു. അപ്പോൾ 2 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഈ പേഴ്സണ് ജനറലി റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ സത്യം കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ തലയിൽ കയറാൻ ഈസിയാണ്. ഈ പേഴ്സൺ വളരെ ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ള ആളാണെന്നാണ് കാണിക്കുന്നത്. ലവാണ് മൊത്തം. പക്ഷേ ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയെ ഈ പേഴ്സൺ ഉപേക്ഷിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ മൈൻഡ് ഗെയിംസ് ഒക്കെ കളിച്ചു. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും നിങ്ങളെ നഷ്ടപ്പെട്ടത്. സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ആരോ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയിട്ടുണ്ടാവാം.
കേട്ടോ. എന്തായാലും നിങ്ങൾ ഇതിൽ നിന്ന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങളെ അയ്യോ നഷ്ടപ്പെട്ടോ എന്നൊരു പേടി ഈ പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. ടെമ്പറൻസ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. ടെമ്പറൻസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലായ്മ. ഇവിടെ ബാലൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനെ ട്രൈ ചെയ്യുന്നുണ്ട് പേഴ്സൺ. പക്ഷേ ജനറലി പേഴ്സൺ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ. ഈ റിലേഷൻഷിപ്പ് പ്രശ്നത്തിലേക്ക് പോയതിൽ ഈ പേഴ്സൺ ഉത്തരവാദിയാണ്, നിങ്ങളും ഉത്തരവാദിയാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഈ പേഴ്സൺ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ക്ലാരിഫിക്കേഷൻ്റെ കാര്യമില്ല. ജനറലി നമുക്ക് കാര്യങ്ങൾ പിടുത്തം കെട്ടിക്കൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുക്കാത്തത്. അതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ ഇല്ല. എല്ലാ കാർഡ് ഭയങ്കര ക്ലിയർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പോൾ ഏറ്റവും ഇഷ്ടം നിങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും ഇഷ്ടം എന്താണ്? പേജ് ഓഫ് നിങ്ങൾ ഗോസിപ്പ് പറയുന്ന ആളല്ല, മനസ്സിലായോ? മറ്റുള്ളവരോട് നിങ്ങളുടെ പേഴ്സണിൻ്റെ കുറ്റങ്ങളൊന്നും പറയുന്ന ആളല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കുറവാണ്. വളരെ കുറച്ച് ആളുകളായിട്ടേ ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ. 3 ഓഫ് കപ്സ് കമ്മ്യൂണിറ്റി കൂടുമ്പോൾ നമ്മൾ ഗോസിപ്പ് പറയും മറ്റുള്ളവരെ കുറിച്ച്, ഭർത്താവിൻ്റെ കുറ്റങ്ങൾ, ഭാര്യയുടെ കുറ്റങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് അതിന് സമയമില്ല, നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ല. അപ്പോൾ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഗോസിപ്പ് പറയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊന്നും ഈ പേഴ്സണിൻ്റെ കുറ്റങ്ങളൊന്നും നിങ്ങൾ വിളിച്ച് പറയാറില്ല. ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യം. പിന്നെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം, നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെ പെരുമാറുന്ന രണ്ടുപേരാണ്, മനസ്സിലായോ? 2 ഓഫ് കപ്സ് ആണ്, ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് ഇത്. ഇതാണ് നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും ഇഷ്ടം നിങ്ങളിൽ കേട്ടോ. അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്താണ് നിങ്ങളിൽ? ഈ പേഴ്സൺ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സണ്? നിങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സണ്? നിങ്ങൾ ഭയങ്കരമായിട്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ഭയങ്കര സ്ട്രാറ്റജിക്കായിട്ട് പെരുമാറുന്ന ഒരാളാണ്. നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാത്ത ഒരാളാണ്. പിന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായ ഡിവിഷൻസ് ഉണ്ട്. ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കണം, ഇന്ന ആൾക്ക് ഒന്നും കൊടുക്കണ്ട എന്നൊരു ചിന്ത നിങ്ങളുടെ അങ്ങനത്തെ തരത്തിലാണ് നിങ്ങളുടെ പെരുമാറ്റം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾ നന്നായിട്ട് പ്രതികരിക്കും, ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, അല്ലെങ്കിൽ ചീത്ത പറയും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര റൂഡായിട്ട് അവരോട് പെരുമാറും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വളരെ ചിട്ടയായ നിങ്ങൾ ഭയങ്കര സ്ട്രാറ്റജിക്കായിട്ട് പെരുമാറുന്ന ഒരാളാണ്. എല്ലാം കാൽക്കുലേറ്റീവായിട്ട് പെരുമാറുള്ളൂ നിങ്ങൾ, മനസ്സിലായോ? അതുപോലെ അത് നിങ്ങൾക്ക് പിന്നെ പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കൊരു കുറ്റബോധമാവും. അത് പിന്നെ നിങ്ങൾക്ക് ഭയങ്കര തലവേദനയാവും. അപ്പോൾ ആ ഒരു സ്വഭാവം നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിഗ്രറ്റ് ചെയ്യരുത്. ഇത് നിങ്ങൾ തെറ്റ് ചെയ്ത് മനഃപൂർവ്വം ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ സ്വഭാവം കൊണ്ട്. മിക്കവർക്കും നമ്മൾക്ക് എല്ലാവർക്കും ഓരോ സ്വഭാവമാണ്. അപ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇതാണ്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയ ഐഡിയ ഉണ്ട്, ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കണം, ഇന്ന ആൾക്ക് കൊടുക്കേ വേണ്ടാന്ന്, മനസ്സിലായോ? അപ്പോൾ അതുപോലെ വളരെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ എല്ലാവരോടും നിങ്ങൾ വളരെ തുറന്ന് പെരുമാറും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചിലർ നിങ്ങൾക്ക് കണ്ടുകൂടാ. അപ്പോൾ അവരെ നിങ്ങൾ സഹായിക്കുകയില്ല, അവരെന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും. പിന്നെ അത് നിങ്ങൾക്ക് ഗിൽറ്റി ആയിട്ട് മാറും, മീൻസ് അത് നിങ്ങളുടെ ശുദ്ധഗതി കൊണ്ടാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര സങ്കടമാവും. അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പറയും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒളിച്ചു കളി ശരിയല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ എന്താണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്? റിജക്ഷൻ ആണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊരു പേടി ഈ പേഴ്സണുണ്ട്. 2 ഓഫ് വാൻഡ്സ്, ഒരു പ്ലാനിങ് ഇല്ലാതെ പെരുമാറുന്ന ആളാണ് നിങ്ങളെന്ന പേടി. 10 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ്, ഇതൊന്നും നിങ്ങളുടെ പേഴ്സൺ സഹിക്കാൻ പറ്റില്ല. ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അത് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വലിയ കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് അഭിനയിക്കുമെങ്കിലും ഇവിടെ ഒരു ഹസ്ബൻഡ് വൈഫ് കാണുന്നുണ്ട്. അപ്പോൾ കിങ് ഓഫ് വാൻസും ക്വീൻ ഓഫ് വാൻസും കാണിച്ചു. ചിലപ്പോൾ നിങ്ങൾ ഇതായിരിക്കാം, നിങ്ങളൊരു മാരീഡ് കപ്പിളായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ ഈ ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ് തേർഡ് പാർട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെടുത്തു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിയുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ട്
നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കുമോ എന്നൊരു പേടി നിങ്ങളുടെ പേഴ്സണുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷനും ഇപ്പോൾ എടുക്കുന്നില്ല. 10 ഓഫ് സ്വേർഡ്സ് വന്നാലോ എന്ന് വെച്ചാൽ 10 ഓഫ് സ്വേർഡ്സിന് വളരെ പെയിൻഫുൾ ആയ ഒരു എൻഡിങ് ആണ്. അങ്ങനെ ഒരു എൻഡിങ് വരുമോ എന്നൊരു പേടിയുണ്ട്. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും പേടി, നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്ന്. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുക? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ നിങ്ങളുടെ പേഴ്സൺ? ഇപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലാണോ ഇപ്പോൾ, അതോ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് പക്ഷെ അധികം സംസാരമില്ലേ? ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ ഇതൊരു മെസ്സേജാണ്. പേജസ് എല്ലാം മെസ്സഞ്ചേഴ്സ് ആണ്. പണ്ട് കാലത്ത് ചെറിയ പിള്ളേർ, ഒരു ടീനേജേഴ്സിനാണ് മെസ്സഞ്ചേഴ്സ് ആയിട്ട്. അവർക്ക് പണ്ട് ഓടി പല ദൂരങ്ങളിൽ താണ്ടിയിട്ട് വേണം തപാൽ എത്തിക്കാനായിട്ട്, മെസ്സേജസ് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് പേജസിനെ കാണിക്കുന്നത്. അപ്പോൾ പേജസ്, ഈ പേഴ്സണ് നിങ്ങളോടൊരു മെസ്സേജ്, വളരെ പാഷനറ്റ് ആയ ഒരു മെസ്സേജ് അയക്കും നിങ്ങളുടെ പേഴ്സൺ. അതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ആക്ഷൻ വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഐഡിയാസ് ഉണ്ട് പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. മെസ്സേജാണ് പേജസ് അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫൂൾ, ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ പേഴ്സൺ ഒരു റിസ്ക് എടുക്കാനാണ് പ്ലാൻ. നിങ്ങളുടെ റിലേഷൻ, ഇപ്പോഴത്തെ മൂഡ് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല, പേടിയുണ്ട് വരാനായിട്ട്. എന്നാലും രണ്ടും കൽപ്പിച്ച് ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടി ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. അതാണ് 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചേക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഒരു റിസ്ക് എടുക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. അപ്പോൾ ഫൊഗീവ്നെസ്സും പോസിറ്റിവിറ്റിയും നിങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ അടുത്തേക്കാണ് ഈ പേഴ്സൺ വരുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്ത് തന്നെ തെറ്റ് ചെയ്താലും നിങ്ങളോട് ആത്മാർത്ഥമുള്ള പേഴ്സണാണ്. ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്, സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ആവില്ല. അപ്പോൾ അതിലും വേദം നിങ്ങൾ ആ പേഴ്സണ് മാപ്പ് കൊടുത്തിട്ട് സ്വരുമിക്കുന്നതാണ് നല്ലതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഫ്രീ വില്ലുണ്ട് നിങ്ങൾക്ക്. ഇവിടെ കാണിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. അക്വേറിയസ്, ഏരീസ്, പിന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനായി, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Sagittarius. അത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഗ്രീനിൻ്റെ റീഡിങ് കഴിഞ്ഞു ഇവിടെ. ഇനി അത് നമ്മുടെ തെലുഗു മൂവി ഡബ് ചെയ്ത പോലെ ആയിപ്പോയി അല്ലേ, വോയിസ് ഡബ്. നിങ്ങളുടെ റീഡിങ് കഴിഞ്ഞു ഇവിടെ. സോറി. അപ്പോൾ ഇനി മലയാളം യെല്ലോയുടെ യെല്ലോ എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്നും യെല്ലോ കൂടെ കൂടി മലയാളം ഇപ്പോൾ ക്ഷമിക്കണം. യെല്ലോ സെലക്ട് ചെയ്തവർ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഓറക്കിൾ മെസ്സേജ് യെല്ലോ സെലക്ട് ചെയ്തവർ റിലേഷൻഷിപ്പിൻ്റെ അവരുടെ പേഴ്സൺ ഇപ്പോൾ ഇവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആ പേഴ്സണിൻ്റെ ഫീലിങ്സ് ഇതിലോടുള്ള, അതിനുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരുന്നതാണ്. ഗുഡ്നെസ്, സതി, ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ, പാർവതി ദേവിയുടെ ഒരു അവതാരം. ശിവഭഗവാന്റെ ഭാര്യയായിട്ടിരുന്നിട്ട് ആ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആണ് ആ കഥ. ഇതൊക്കെ അറിയുമ്പോൾ പിന്നെ ശിവഭഗവാൻ അപ്പോഴാണ് താണ്ഡവം ചെയ്യുന്നത്. അത്രയും ദേഷ്യം, ഭൂമി മുഴുവൻ നശിപ്പിച്ച് കളയാനുള്ള ദേഷ്യം ശിവഭഗവാൻ വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ വന്നാലും നിങ്ങളുടെ ഇമോഷൻസ് അത്രയും അങ്ങോട്ട് കൈവിട്ട് പോകരുത്. നിങ്ങളത് കൺട്രോളിൽ വെക്കണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, നിങ്ങളുടെ ഇമോഷണൽ കൺട്രോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ആക്ട് പ്രാക്ടിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഇമോഷണൽ ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ.
ആൻഡ് വെൽ ബീയിങ് ഓഫ് പീപ്പിൾ അറൗണ്ട് യു. അപ്പം നമ്മൾ ഇമോഷനിൽ കൺട്രോൾ ഇല്ലാണ്ട് പെരുമാറുമ്പോൾ ചില സമയത്ത് നമ്മൾ വായി തോന്നണം വിളിച്ചു പറയും. നമ്മളുടെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് വിട്ടുപോയ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത്ര വളരെ ക്രൂരമാണെങ്കിൽ നമ്മൾ എത്ര സോറി പറഞ്ഞിട്ടും അതിനൊരു കാര്യവും ഉണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇതെനിക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. ഇത് ഞാൻ പറയുന്നത് നിങ്ങളോട് ഇവിടെ ഇത് കണ്ടുകൊണ്ടാണ്. ആരും അത്ര വലിയ മീൻസ് കൺട്രോൾ ഉള്ളവരൊന്നും അല്ല, എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക, അതാണ് പറയുന്നത്. കാരണം നമ്മൾക്കൊരു റിലേഷൻഷിപ്പ് ഫ്യൂച്ചറിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വളരെ സൂക്ഷിച്ച് ആ റിലേഷൻഷിപ്പിലെ ആളോട് പെരുമാറുക. കാരണം ഒരു പ്രാവശ്യം നമ്മളവരെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ട്രസ്റ്റ് ഒരു പ്രാവശ്യം മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വിശ്വാസം തിരിച്ചു കിട്ടില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഒരാളെ അനാവശ്യം പറഞ്ഞാൽ, അത്ര അധികം വല്ലാത്ത അനാവശ്യമാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും അയാളുടെ മനസ്സിൽ നിന്ന് പോവില്ല. മനസ്സിലായോ? അത് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും അവരൊരിക്കലും നമ്മളെ ഫൊഗീവ് ചെയ്യില്ല, ക്ഷമിക്കുകയില്ല നമ്മളോട്. പിന്നെ അവർക്ക് പേടിയാവും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ അകൽച്ച വരും. അപ്പോൾ റിലേഷൻഷിപ്പ് വേണം എന്നുള്ളപ്പോൾ, അല്ലെങ്കിൽ പറയാമെന്നല്ല, പക്ഷേ റിലേഷൻഷിപ്പ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ 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 കെയർഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കാണിക്കുന്നത്, ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ നമുക്ക് ആരെയും വായി തോന്നി പറയാനുള്ള അവകാശം ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എന്നാലും നമ്മൾ പ്രായത്തിൻ്റെ വ്യത്യാസം അനുസരിച്ച് മറ്റുള്ളവരെ അതോറിറ്റിയുടെ കഴിവ്, നമ്മളുടെ ആർക്കാണ് പവർ, അതനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക മിക്കവാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് 8 of Cups കാണിച്ചു. എത്ര വലിയ ഗുണമുള്ള കാർഡല്ല. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഒരു എംപ്രസും 10 of Cupsഉം Knight of Cupsഉം കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഈ കപ്പും എടുത്തുകൊണ്ട് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. വളരെ സന്തോഷകരമായ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു തോന്നുന്നുണ്ട്. ഇതൊരു മദർ ആവാം, നിങ്ങളുടെ അമ്മായിയമ്മയോ അല്ലെങ്കിൽ അമ്മയോ ആവാം. അപ്പോൾ ആ ഒരു എനർജി കാരണം ഒരു 10 of Cupsന് ഒരു പ്രശ്നമുണ്ടായിട്ട് ആരോ കപ്പ് എടുത്ത് പുറത്തേക്ക്, കപ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, എമോഷൻ, അപ്പോൾ എടുത്ത് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചില സമയത്ത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങളോട്, ബന്ധുക്കളാവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ യുക്തി യൂസ് ചെയ്തിട്ട് വേണം ഓരോ ആൾക്കാരെയും ജഡ്ജ് ചെയ്യാൻ കേട്ടോ. അതാരും ആയിക്കോട്ടെ, നമുക്കതിനാണ് ദൈവം ബ്രെയിൻ തന്നേക്കുന്നത്. 4 പേര് പറഞ്ഞു കഴിഞ്ഞ് പെരുമാറാനാണെങ്കിൽ നമുക്ക് ബ്രെയിൻ്റെ ആവശ്യമില്ല. അവരുടെ ഒരു കൂട്ടമായിട്ടുള്ളൊരു ബ്രെയിൻ പോരെ. നമുക്ക് ഓരോ ഇൻഡിവിജ്വൽസിനും ബ്രെയിൻസ് ഉണ്ട്. എന്തിനാണ്? നമ്മൾ സ്വന്തമായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് മറ്റുള്ളവരോട് പെരുമാറരുത്. അപ്പോൾ ഈ എംപ്രസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 7 of Wands എന്ന് പറഞ്ഞാൽ 7 of Wands എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസിന് ഇഷ്ടപ്പെട്ടിട്ടല്ല നിങ്ങളൊരു ആളെ വിവാഹം കഴിച്ചെങ്കിൽ അവർ മിക്കവാറും ലൈഫ് ലോങ് നിങ്ങൾ എത്രയൊക്കെ അവർ നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ നിങ്ങളുടെ പാരൻസിനോട് നന്നായിട്ട് പെരുമാറാൻ നോക്കിയാലും ചില സമയത്ത് അവർ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യില്ല. ആ ഒരു ദേഷ്യം അല്ലെ ഇഷ്ടമില്ലായ്മ ലൈഫ് ലോങ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പേരൻറ്റ് എപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് ഡിഫെൻസീവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളോട് ഒരു ഡിഫെൻസീവാണ്. ആരാണ് ഈ കപ്പെടുത്ത് പുറത്തേക്ക് പോകുന്നതെന്ന് അറിയില്ല. അപ്പം ഒരു സിറ്റുവേഷൻ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾക്ക് ഭയങ്കര അബണ്ടൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിവാഹം കഴിച്ചപ്പോൾ അതേ ലെവലിലുള്ള ആളെ ആയിരിക്കില്ല വിവാഹം കഴിച്ചത്, വീട്ടുകാരെ എതിർപ്പോടെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ വിചാരിക്കുന്നത്, ഓ അവൻ പോയാൽ പോട്ടെ അല്ലെങ്കിൽ അവൾ പോയാൽ പോട്ടെ, എൻ്റെ മോനും അല്ലെങ്കിൽ എൻ്റെ മോക്ക് വേറെ ആരെങ്കിലും കിട്ടും, നല്ല വീട്ടിൽ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്നൊരു ചിന്തയുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്.
നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. അത്ര വലിയ abundant ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ ഇവർ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ അമ്മ നിങ്ങളെ തമ്മിൽ അകറ്റാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചെടുക്കണം. പക്ഷേ കള്ളത്തരത്തിൽ കൂടെ നമ്മൾ സീരിയലൊക്കെ കാണുന്ന പോലത്തെ ഒരു അമ്മായിമ്മ. സോറി, തൊണ്ട കുത്തിയപ്പോൾ. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ 10 ഓഫ് കപ്സിൽ നിന്ന് ഒരു കപ്പും എടുത്ത് ഈ ചേട്ടൻ പുറത്തേക്ക് പോവാണ്. ചേട്ടനാണെന്നാണ് കാണിക്കുന്നത്, ആരാന്നറിയില്ല. ചേച്ചി ആവാനും വഴിയുണ്ട്. എന്തായാലും ഒരാൾ പുറത്തേക്ക് പോകും. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാരെ എതിർപ്പാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റഡ് ആണ്, നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷ മീൻസ് ഒരു സമാധാനമില്ല. എപ്പോഴും മറ്റുള്ളവർ കുത്തുവാകൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ മാക്സിമം നിങ്ങളെ ഉപേക്ഷിക്കാതിരിക്കാനും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുവാനുമാണ് നോക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഹൈ പ്രീസ്റ്റസും ജസ്റ്റിസും ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയും, അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകളെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾക്കുള്ള കഴിവുകൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇൻസെക്യൂർ ആവുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ഒരു എളിമ തോന്നും. ദൈവം നമുക്ക് എന്തോരം കഴിവുകളാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ നമ്മൾക്കുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ അതിൽ അഹങ്കരിക്കുകയല്ല വേണ്ട, എളിമ തോന്നണം. ദൈവം നമ്മളെ ചൂസ് ചെയ്തല്ലോ ഇങ്ങനൊരു കഴിവ് തരാൻ വേണ്ടിയിട്ട്. അതിൽ ദൈവത്തിനോട് നന്ദി വേണം നമ്മൾ. അതുപോലെ നമുക്കൊരു എളിമ തോന്നണം, ഹ്യൂമിലിറ്റി കേട്ടോ. പിന്നെ ജസ്റ്റിസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സത്യം നടക്കുക, അല്ലെങ്കിൽ വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്നാണ് പറയുന്നത്. വെച്ചാൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടോ എന്നൊരു സംശയം. ഈ പേഴ്സൺ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടായിരിക്കാം നിങ്ങളുടെ കൂടെ വന്നത് അല്ലേ? രണ്ട് റിലീജിയനിൽപ്പെട്ട ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ റിലീജിയൻ മാറുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ വീട്ടുകാരെ ഇഷ്ടം കൂടാതെ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഗിൽറ്റി കോൺഷ്യസ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിയുണ്ട്. കാരണം വീട്ടുകാരുടെ ശാപമോ പ്രാക്കോ എന്തോ കൊണ്ടാണോ നിങ്ങൾ ഈ പേഴ്സൺ ഇവിടെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു ടെൻഷനുണ്ട്. നിങ്ങളോട് വൈരാഗ്യമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ പതുക്കെ ഇമോഷണലി നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, എൻ്റെ അമ്മ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉൾക്കളി ഇതിനകത്ത് നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലാകുന്നു? ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മിക്കവാറും എന്താ പറയുക, നിൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറയും, എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞു, എൻ്റെ അമ്മ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ വളരെ നല്ലതാണ്, എൻ്റെ ബ്രദർ വളരെ നല്ലതാണ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ പൊട്ടനാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊട്ടിയാവുകയാണ് ചെയ്യുന്നത്. പിന്നെ അവർ നിങ്ങളോടൊന്നും പറയില്ല, അവർ മനസ്സ് വിഷമിച്ച് നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങും. അങ്ങനെയല്ല, കണ്ണും കാതും തുറന്നു വെക്കുക റിലേഷൻഷിപ്പിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഓക്കെ, നിങ്ങൾ ഒരു ടവർ മൊമെൻറ്റ് ഇല്ലാതിരിക്കാൻ നോക്കും. ടവർ എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക, അതാണ് ടവർ എന്ന് പറഞ്ഞാൽ. എല്ലാം നശിപ്പിച്ച് കളയും. പക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ല, മനസ്സിലാവും? ഒരു ടവർ മൊമെൻറ്റ് നിങ്ങൾ വരാൻ അനുവദിക്കില്ല എന്നാണ്. സോൾമേറ്റ് കണക്ഷൻ, നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കര ഇഷ്ടമാണ്, അത് ഈ പേഴ്സൺ അറിയാം. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ വാശി പിടിച്ച്, നിങ്ങളുടെ പേരൻസൊക്കെ എതിർത്തിട്ട് ഈ പേഴ്സണെ തന്നെ വാശി പിടിച്ച് വിവാഹം കഴിച്ചത്, റിലേഷൻഷിപ്പിലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾ ഒരു ടവർ മൊമെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ നോക്കി. ഈ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ പേരൻസ് പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ വലിയൊരു ടവർ മൊമെൻ്റ് ആയിപ്പോയേനെ. പക്ഷെ നിങ്ങൾ ഈ പേഴ്സൺ ചൂസ് ചെയ്തുകൊണ്ട് വലിയൊരു ടവർ മൊമെൻ്റ് ആണ് ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, മനസ്സിലായോ? നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാത്തിലും നല്ലത് കാണുന്ന, ഭയങ്കര അഡ്വെഞ്ചറസ് ആയ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. 10 ഓഫ് സ്വേർഡ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ക്ലാരിഫൈ ചെയ്യാം. 10 ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുള്ളായ ഒരു അവസാനമാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളിൽ ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് ഈ പേഴ്സൺ ഇത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടുകാർ ആലോചിച്ചിരുന്ന ഒരു പേഴ്സണെ ഉപേക്ഷിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണെ വിവാഹം കഴിച്ചത്. അതുമാവാം. ചിലപ്പോൾ ഈ കിങ് ഓഫ് വാൻസ് നിങ്ങളുടെ അടുത്തുമായിട്ട് വിവാഹം ഫിക്സ് ചെയ്തിരുന്ന ആരെങ്കിലും ആയിരിക്കാം. ആ പേഴ്സണെ ഉപേക്ഷിച്ചാണ് നിങ്ങൾ ഈ പേഴ്സണെ ചൂസ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളോട് ഇത്ര വലിയ
എന്ന് വെച്ചാൽ പൈസയിലും എല്ലാം നിങ്ങളുടെ പേഴ്സണേക്കാളും ഉയർന്ന ഇതിലുള്ള ഒരാളായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ചിരുന്നത്. പക്ഷെ നിങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ ചൂസ് ചെയ്തത്. അതുപോലെ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ സിറ്റുവേഷൻ ഉപേക്ഷിക്കില്ല. മനസ്സിലായോ? എന്തൊക്കെ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ വിശ്വാസം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ്, അതും നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഇതൊരു സിംഗിൾ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ അബണ്ടൻ്റ് ആണ്, വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവുമുണ്ട്. ചിലപ്പോൾ ഇതൊരു ലേറ്റ് മാരേജ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഈ ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി, ഒരു കാര്യവും നിങ്ങൾ ഒരു കാര്യം സംഭവിച്ചാലും കുലുങ്ങില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമില്ലാത്തത് എന്താണ്? ഫ്രണ്ട്ഷിപ്പ്. നിങ്ങളെല്ലാവരെയും ഭയങ്കരമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് നിങ്ങൾ. കുറച്ച് ലേസിയാണ്, കുറച്ച് മടിയുള്ള ഒരാളാണ്. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാൻ എപ്പോഴും റെഡി ആവുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഫോണിലായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമല്ല. പിന്നെ നിങ്ങൾ കുറച്ച് ലേസിയാണ്. അപ്പോൾ ഇപ്പം ചെയ്യേണ്ട കാര്യം നാളെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന ഒരാളാണെന്നും കൂടെ ആണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അത് നിങ്ങളുടെ പേഴ്സൺ അത്ര വലിയ ഇഷ്ടമല്ല. ഈ 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, സീക്രട്സ് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാ സീക്രട്സും നിങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യും. നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വെള്ളമടിക്കുന്നുണ്ടോ? അതുകൊണ്ട് കപ്സ് കുറേ കാണിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ അത്ര ഇഷ്ടമല്ല. പിന്നെ ലാവിഷ് ലൈഫ് സ്റ്റൈലാണ്. നിങ്ങൾ അങ്ങനെയാണ് ജീവിച്ച് പഠിച്ചത്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. മദർ ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് സിറ്റുവേഷൻ അനുസരിച്ചാണ് കേട്ടോ, എല്ലാവർക്കും റെസൊണേറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബെഡ് റെസ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഈ 8 ഓഫ് കപ്സ് ഞാൻ ഷഫിൾ ചെയ്യുമ്പോൾ 8 ഓഫ് കപ്സ് കണ്ടു. അപ്പോൾ അത് കാണരുതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. 8 ഓഫ് കപ്സ് പറഞ്ഞാൽ ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ വലിയ ഇമോഷണലൊന്നുമല്ല, നിങ്ങൾ പ്രാക്ടിക്കലായ ഒരാളാണ്. മദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവരുമായിട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പോൾ കുറച്ച് ലേസിയാണ്. മേ ബി ബിക്കോസ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ കുറച്ചൊരു ഒരു എന്താ പറയുക, നിങ്ങൾക്ക് കുറച്ച് മടിയുണ്ട്. അത് പേഴ്സൺ പറയുന്നുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയില്ല. ഈ പേഴ്സണിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ശ്രദ്ധയില്ല എന്നൊരു ചിന്ത ഈ പേഴ്സണിന് മനസ്സിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഭയക്കുന്നത്? എന്താണ് ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്? എന്തിനാണ്? നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചു. ഇവിടുത്തെ അത് തന്നെ കാണിച്ചത് 8 ഓഫ് കപ്സ്. ഈ കാർഡാണ് ഞാൻ ഇതിനകത്ത് ഷഫിൾ ചെയ്യുമ്പോൾ കണ്ടത്. ഈ പേഴ്സണ് പേടിയുണ്ട് നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുമെന്ന്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഈ പേഴ്സണെ നിങ്ങൾ ഉപേക്ഷിക്കും കുറച്ച് കഴിയുമ്പോൾ എന്ന് പേഴ്സൺ എപ്പോഴും ഒരു ഭയമുണ്ട് മനസ്സിൽ. 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവുക, അബാൻഡൻ ചെയ്യുക എന്നാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഗോസിപ്പാണ്, മെസ്സേജസ് ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങളുണ്ടല്ലോ ലെവലിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നൊരിക്കൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണ് ഉപേക്ഷിച്ച് പോകും, നിങ്ങളുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് എന്നീ പേഴ്സണൊരു ചിന്തയുണ്ട്. കാരണം നിങ്ങളിലാണ് ഈ പേഴ്സൻ്റെ 10 ഓഫ് കപ്സ്. ഇവിടെ 10 ഓഫ് കപ്സ് കണ്ടോ? അത് തന്നെയാണ് 10 ഓഫ് കപ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ 10 ഓഫ് കപ്സ് നിങ്ങളാണ്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഈ പേഴ്സണ് എന്ത് ചെയ്യാനുമുള്ള ധൈര്യമുണ്ട്. അതാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇതാണ് പേഴ്സൺ പേടിക്കുന്നത്, നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമോ എന്ന്. കാരണം ഓവർ തിങ്കിങ് വരും. ഹെയർ ഓഫ് ഹാൻഡ്, ട്രഡീഷൻ. അപ്പോൾ നിങ്ങൾ 2 റിലീജിയനിലുള്ള ആളുകളാണെങ്കിൽ എപ്പോഴും റിലീജിയനിലേക്ക് തിരിച്ച് കൊണ്ടുവരാനാണല്ലോ വീട്ടുകാരെ ശ്രദ്ധിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറ്റി എങ്ങനെയെങ്കിലും നിങ്ങളുടെ റിലീജിയനിലേക്ക് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരിക്കാം,
അപ്പോൾ ജാതി വ്യത്യാസം വരുത്തിയിട്ടുണ്ടാവും, എല്ലാവർക്കുമല്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജാതിയിലേക്ക് പോകുമോ എന്നൊരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണാണ് കൺവേർട്ട് ചെയ്തേക്കെങ്കിൽ ഈ പേഴ്സൺ ആരും ഇല്ലാണ്ടാകും. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ച് റിലീജിയനിലേക്ക് പോകുമോ എന്നൊരു ടെൻഷൻ ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ടെൻഷനാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ. ഇനി എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കുക? ഇവിടെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? സ്ട്രെസ് കുറയേണ്ട പ്രശ്നങ്ങളുണ്ട്. ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കില്ല എന്നാണ് പറയുന്നത്. 4 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആ ഒരു ഭയമുണ്ട് നിങ്ങളായിട്ട്. കാരണം ഇവിടെ ഭയങ്കര സ്ട്രെസ് ഉണ്ട് പേഴ്സൺ, നിങ്ങളുടെ വീട്ടുകാരെപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സൺ ഇതിനകത്ത് നിന്ന് വിട്ടു പോകും. നിങ്ങളും കൂടി ഈ പേഴ്സൺ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ സ്ഥലം വിടുമെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. നിങ്ങളുടെ പുറകെ നടന്ന് തിരിച്ചു കൊണ്ടുവരാനൊന്നും ഈ പേഴ്സൺ നോക്കില്ല. മനസ്സിലായോ? ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ സോൾ സെർച്ചിങ്. അപ്പോൾ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും കൂട്ടൊന്നും ആ പേഴ്സൺ ആവശ്യമില്ല നിങ്ങളുടെ പേഴ്സണ്. ചാരിയറ്റ്. അപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് കേട്ടോ, ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അപ്പം നിങ്ങളെയും കൊണ്ട് രക്ഷപ്പെടണം. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ അതിനായിരിക്കും ചിലപ്പോൾ പൈസ സേവ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. ഇഷ്ടംപോലെ പൈസ സേവ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സൺ ഉപേക്ഷിക്കുമെന്നൊരു പേടിയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാരൻസ് കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും എന്ന് അറിയുന്നത് കൊണ്ട്, മനസ്സിലാവുന്നത് കൊണ്ട് ഈ പേഴ്സൺ ഇടയ്ക്കിരുന്ന് ആലോചിക്കുന്ന എത്രയും പെട്ടെന്ന് നിങ്ങളെയും കൊണ്ട് ഈ വീട് ഉപേക്ഷിച്ച് വേറൊരു വീട്ടിലേക്ക് മാറണമെന്ന് നിങ്ങളുടെ പേഴ്സണ് ചിന്തയുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കര ഇമോഷണലായിട്ട് പെരുമാറാതെ, കാരണം നിങ്ങൾ പ്രഗ്നൻ്റ് കൂടെ ആയിരിക്കും. അപ്പോൾ ഈ സമയത്ത് ഈ പേഴ്സൻ്റെ കൂടെ പിന്നെ ഈ പേഴ്സൺ ഒരു സംശയം ഉണ്ടാവും, ഈ പേഴ്സൻ്റെ വരുമാനത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു കോംപ്ലക്സ് ഒക്കെ ഈ പേഴ്സൺ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വളരെ കൺട്രോൾഡ് ആയിട്ട് വേണം ഈ പേഴ്സണോട് സംസാരിക്കാനായിട്ട്. വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ കൂട്ടി വീട്ടുകാരോട് പറഞ്ഞ് കരച്ച് ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരു ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇമോഷണൽ കൺട്രോൾ വേണമെന്ന് പറയുന്നത്. ക്യാൻസർ, വെർഗോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Gemini, Scorpio. ലവേഴ്സ് എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ ഒരാൾ നമ്മൾ മറക്കാൻ ശ്രമിച്ചിട്ടും നമുക്ക് മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പേഴ്സൺ നമ്മളുടെ ലൈഫിൽ അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്നാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ലീബ്ര, വെർഗോ, പൈസീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മളെ വേണ്ടാത്ത ആളാണെങ്കിലോ അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ ആളുടെ പുറകെ നടന്ന് ജീവിതം നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബ്രൗൺ ലാസ്റ്റ് റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? Oracle message. Round selected over 24 Oracle message.
ഓറക്കിൾ മെസ്സേജ് വരുന്നില്ല. ഞാൻ എടുക്കുന്നില്ല, അത് തരുന്നതാണ്. അതാകുമ്പോൾ ഒന്നും കൂടെ ആക്യുറേറ്റ് ആകുമെന്നൊരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ട് മറ്റേ കാർഡ്സ് എടുത്താലും ഓറക്കിൾ മെസ്സേജസ് ഞാൻ എടുക്കാറില്ല. താങ്ക് യു. എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ്. അപ്പോൾ ദൈവം നമ്മളോട് പല ശബ്ദത്തിലും പല നമുക്ക് തോന്നലുകൾ, ഇൻറ്റ്യൂഷൻ, 6th സെൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ അങ്ങനെ നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നില്ലല്ലോ. അല്ല, ദൈവം നേരിട്ട് വന്നാൽ തന്നെ നമ്മളെങ്ങനെ അറിയാം ദൈവമാണ്? നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അല്ലേ? അപ്പോൾ ദൈവം പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ തുടങ്ങിയാലും ഇപ്പോൾ ബാലയക്കാരും അതും ഇതൊക്കെ ഉണ്ടോണ്ട് നമ്മൾ പറയും ഏത് നാടകത്തിൽ അഭിനയിക്കുന്നതെന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പലതരത്തിലാണ്. ശബ്ദങ്ങൾ കേൾക്കുക, നമുക്ക് പല സിമ്പിൾസ് കാണിക്കുക, നമ്മളെ നമ്പേഴ്സ് കാണിക്കുക. ഞാനൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോടൊന്നും എനിക്കറിയില്ല, ഞാൻ ഈ ഏഞ്ചൽസിലൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ലായിരുന്നു. ഒരു ദിവസം അപ്പോൾ എനിക്കൊരു ഒരു കാര്യം ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരു കാര്യത്തിനെ കുറിച്ച്. അപ്പോൾ എന്ത് ചെയ്യും ദൈവമേ, ആരോടാ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് വഴി കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ, പുറത്ത് പോയിട്ട് നടന്നു വരുമ്പോൾ എൻ്റെ മുമ്പിൽ, ഞാൻ നടന്നു വരുന്നത് എൻ്റെ മുമ്പിൽ ഒരു പച്ച കളറിലെ തൂവൽ, ഒരു ഫ്ലൂറസൻ ഗ്രീൻ, നല്ലൊരു പച്ച, ആ തൂവൽ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ താഴത്തേക്ക് വന്നു കേട്ടോ. പക്ഷെ ഞാൻ താഴത്ത് നോക്കിയപ്പോൾ അത് ഇല്ല അവിടെ. ഞാൻ കൃത്യമായിട്ട് കണ്ടു ഈ തൂവൽ, പച്ച കളറിലെ തൂവൽ ഇങ്ങനെ വരുന്നത്. താഴെ അതില്ല. ആ പരിസരത്താണെങ്കിൽ ഒരു പക്ഷികളുമില്ല. അതെനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. അപ്പോഴെനിക്ക് മനസ്സിലായി, നമ്മൾ ഓരോ സമയത്തും നമ്മളുടെ മുമ്പിൽ പല മിറക്കിൾസും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല. മനസ്സിലായി? അപ്പോൾ കണ്ണും ചെവിയും മനസ്സും തുറന്ന് വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മറുപടികൾ കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ്. മനുഷ്യരെ കൊണ്ട് കഴിയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്ക് സാധിക്കാനുള്ളത്. ചിലപ്പോൾ ഒരു വഴിത്തിരിവായിരിക്കാം, ചിലപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കാനുള്ളതായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സ് തുറന്ന് വെക്കുക എന്ന് പറഞ്ഞത്. ദൈവം നിങ്ങളോട് സംസാരിക്കും, വഴി കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും, അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾക്കൊരു വഴിയും കിട്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വേർഡിൽ നിന്നായിരിക്കും നമുക്ക് ആ വഴി കിട്ടാൻ പോകുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഓ, ഭയങ്കര ഫീലിങ്സ് ഉള്ള ആളാണിത്. പക്ഷെ ഇത്രയും ഫീലിങ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. കുറേ കാർഡ്സ് ഉണ്ട്. ആഴ്ച തീരുമ്പോൾ ഒരു ദിവസം എടുക്കും, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. നമുക്ക് ഒന്നും കൂടെ ചോദിച്ചു നോക്കാം. ഓക്കെ, റിജക്ഷനാണിത്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ, അത് നിങ്ങളാണോ? നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ആണോ വരുന്നത്? അതൊന്ന് നോക്കാം കേട്ടോ. ഇത് റിജക്റ്റ് ചെയ്ത ഒരാളാണ് എന്ന് വെച്ചാൽ, ഒരു കാര്യം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ, എന്തോ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ റിജക്റ്റ് ചെയ്യുന്ന ഒരാൾ, ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. 3 of Pentacles. അപ്പോൾ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കണം. അതിനാണ് ഈ പേഴ്സൺ ആരോടോ കൊളാബറേഷനിലേക്ക് പോകണം. ജോലിയുടെ കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജോലി എടുക്കുന്ന ആളുകളാണോ? അപ്പോൾ നിങ്ങൾ ഓഫർ ചെയ്തതാണ് പേഴ്സൺ റിജക്റ്റ് ചെയ്തത്. നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്ന ആളാണോ? ഒരേ ടീമിലുള്ളവരാണോ? 3 of Pentacles റിവേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് പിശുക്കനായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു മീൻസ് കൺട്രോളിൽ വെച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അതിനാണ് ഈ പേഴ്സണ് ഒരു ഗൈഡൻസ് വേണ്ടത്. ആണോ? നോക്കാം. എന്താണ് ഈ 4 of Cups? കുറച്ച് ഡിഫെൻസീവ് ആയിരുന്നു ഈ പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ 4 of Cups ക്ലാരിഫൈ ചെയ്യുന്ന 4 of Cups. അപ്പോൾ ഈ പേഴ്സൺ എന്തോ നിങ്ങൾ ഓഫർ ചെയ്തത് റിജക്റ്റ് ചെയ്തു, നിങ്ങളുടെ ഓഫർ. അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പേഴ്സണോട് സംസാരിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പേഴ്സണോട് നിങ്ങളോട് കൊളാബറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. രണ്ടാമത് നിങ്ങളായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ലവേഴ്സ് പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ പറയാതിരുന്നാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ലവ് ഓഫർ തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോകുന്നില്ല.
നിങ്ങൾ റിജക്റ്റ് ചെയ്തെങ്കിലും അതെന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, ചിലപ്പോൾ പെട്ടെന്ന് ഈ പേഴ്സൺ എന്ത് പറയണം എന്ന് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഓരോ പ്രായത്തിലും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോരുത്തർ പെരുമാറുക. എത്രയും സ്നേഹമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് പ്രതികരിക്കും. അങ്ങനെയായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലവ് ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ഒരു വളരെ, ഈ പേഴ്സൺ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ. ഈ പേഴ്സൺ ഒരു ട്രൈ ചെയ്ത് നോക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസൾട്ടഡ് ആയപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്യുന്നൊരു പേടിയുണ്ട്. എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങളിൽ ഒട്ടും ഈ പേഴ്സൺ ഏറ്റവും ഇഷ്ടമുള്ള എന്ത് കാര്യമാണ്? ഈ പേഴ്സണ് നിങ്ങളോട് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? നിങ്ങളൊരു സ്റ്റാറാണ്. നിങ്ങൾ അതുപോലെ എടുത്തുചാട്ടക്കാരി അല്ല, അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരനല്ല. നിങ്ങൾ വളരെ ഒതുങ്ങി വളരെ പ്രാക്ടിക്കൽ ലോജിക്കലായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾ ഈ പേഴ്സണെ ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. പേഴ്സൺ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനൊരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് നിങ്ങളെ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് വളരെ കാര്യങ്ങൾ, ജോലിയിൽ നിങ്ങൾ വളരെ കെയർഫുള്ളാണ്. നിങ്ങൾ എടുത്തു ചാടി ഒരു ഡിസിഷനും എടുക്കില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരാളാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തു ചാടി പേഴ്സണോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തത് എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചാരിയറ്റ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ വളരെ സ്ലോ ആണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കൽ ലോജിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. വളരെ അബണ്ടൻ്റ് ആണ്. പക്ഷേ ഇമോഷണലി സ്റ്റേബിൾ ആയ ഒരാളാണ് കേട്ടോ. സ്റ്റാറാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. എന്നോട് എന്തിനാ പറഞ്ഞത്, ചിലപ്പോൾ എന്നെ കളിയാക്കിയതാണോ തമാശയ്ക്കാണോ അതറിയില്ല. ഈ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമാണെങ്കിലും ഈ പേഴ്സണ് നിങ്ങളെ കിട്ടാനുള്ള യോഗ്യതയില്ല എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓഫർ കൊടുത്തപ്പോൾ ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്തത്. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഈ പേഴ്സണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ അബാൻഡൺ ചെയ്തു എന്നൊരു ചിന്ത, ആ പേഴ്സൻ്റെ കഴിവ് കൊണ്ട്, ആ പേഴ്സൻ്റെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ അബാൻഡൺ ചെയ്തു എന്നൊരു പേടി പേഴ്സൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പൈസയെല്ലാം സൂക്ഷിച്ച് നിങ്ങളൊരു ഒറ്റപ്പെട്ട അതിൽ ജീവിക്കുന്ന ഒരാളാണോ? നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങളത് റിക്കവർ ചെയ്ത് വരുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന് കേട്ടോ. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് നിങ്ങൾ ആ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നത്. അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. നിങ്ങളുടെ മേത്തൊരു കണ്ണുണ്ട് ഈ പേഴ്സണിൻ്റെ. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ, നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ഐഡിയൽ പാർട്ട്ണർ. ഈ പേഴ്സൺ എങ്ങനെയുള്ള ഒരാളെയാണോ ആഗ്രഹിച്ചിരുന്നത് അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ. ഇവിടെ ഒരു എംപറർ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളൊരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പുറമേ കാണുമ്പോൾ വളരെ ശാന്തമായിട്ട് പെരുമാറുന്ന ആളാണെങ്കിലും നിങ്ങൾ ഭയങ്കര പവർഫുൾ ആണ് എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അത് ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഒരു എംപററെ പോലെ ആയിരിക്കാം. എന്ന് വെച്ചാൽ ഒരു വീട് കൊണ്ടു നടക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഒരു സിംഗിൾ എനർജി ആയിരിക്കാം. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നിങ്ങളായിരിക്കാം. അപ്പോൾ അത് ഈ പേഴ്സൺ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സ്റ്റാറാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ. നിങ്ങളെ 4 പേര് അറിയും. നിങ്ങൾ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ചില്ലറക്കാരിയല്ല, അല്ലെങ്കിൽ ചില്ലറക്കാരനല്ല നിങ്ങളെ. അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ നിങ്ങളുടെ പേഴ്സണുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ പേഴ്സണൽ ലൈഫിലേക്ക് ചെന്നപ്പോൾ ഈ പേഴ്സണ് ഒരു ഞെട്ടലുണ്ടായത്. കാരണം നിങ്ങളെ പലരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഈ പേഴ്സണെയാണ് ചൂസ് ചെയ്തത്. അത് ഈ പേഴ്സൺ ഒരു അതിശയമായി. അതാണ് ഈ പേഴ്സൺ ഏറ്റവും ഇഷ്ടം. നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ചു. മനസ്സിലായാലും അതിൻ്റെ കോൺസിക്വൻസസ് എന്തായാലും ആ പേഴ്സൺ എങ്ങനെ റിയാക്ട് ചെയ്താലും നിങ്ങൾ അതിനുള്ള ധൈര്യം കാണിച്ചു. അതാണ് ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ ഇങ്ങനെ നിങ്ങൾ ചെയ്തപ്പോൾ ഒരു 3 ഓഫ് കപ്സ് വരുന്നുണ്ട്. അപ്പോൾ 3 ഓഫ് കപ്സ് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരോട് ഇത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ടവർ മൊമെൻറ്റ് ഉണ്ടായി. ഈ പേഴ്സണൽ ലൈഫിൽ നിങ്ങളൊരു ടവർ മൊമെൻറ്റ് ഉണ്ടാക്കി. എങ്ങനെ? പക്ഷെ നിങ്ങൾ ഗോസിപ്പ് ഒന്നും ആരോടും പറഞ്ഞില്ല കേട്ടോ. ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോടും ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങളെ 4 പേര് അറിയുന്ന ആളാണ്, പ്രശസ്ത. അപ്പം നിങ്ങൾ പേഴ്സൺ ഒരു പേടിയുണ്ടായിരുന്നു. നിങ്ങൾ നാട്ടുകാരോട് മുഴുവൻ ഇക്കാര്യം പറയുമെന്ന്. പക്ഷെ നിങ്ങൾ ആരോടും പറഞ്ഞില്ല. നിങ്ങൾ ശരിക്കും ഒരു ടവർ മൊമെൻറ്റ് അവോയ്ഡ് ചെയ്തു. പക്ഷേ ഈ ടവർ മൊമെൻറ്റ് ഈ പേഴ്സൺ പേടിച്ചു. ഈ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ വലിയൊരു പടക്കമാണ് പൊട്ടിച്ചത്. ഞെട്ടിപ്പോയി പേഴ്സൺ കേട്ടോ. അത് ഈ പേഴ്സണ് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ ആ
ധൈര്യം, ഇഷ്ടമായി. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മാനേജറായിരിക്കും ഈ പേഴ്സൺ, അറിയില്ല. എന്തായാലും എന്താണ് ഈ പേഴ്സണ് നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത കാര്യം? എന്താണ് നിങ്ങളിൽ ഈ പേഴ്സൺ ഇഷ്ടമില്ലാത്തത്? എന്താണ്? നിങ്ങൾ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം പ്രായമുള്ള, വിവാഹപ്രായം കഴിയുക എന്ന് പറഞ്ഞതൊക്കെ പഴയ ഇതാണ്. എന്ന് വെച്ചാൽ വിവാഹത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിൽ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അതിൽ വലിയ എന്നാലും നമ്മൾ പണ്ടത്തെ ചിന്താഗതി വെച്ച് വിവാഹം പ്രായം കഴിഞ്ഞ ഒരു ആളായിരിക്കാം, മനസ്സിലായോ? പക്ഷേ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത നല്ല അബണ്ടൻ്റ് ആയ ഒരു എനർജിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് പറയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഈ കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണോട് പറഞ്ഞത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം തോന്നിയിട്ടുണ്ടാവും. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വളരെ കാട് കയറി ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടെന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കായി പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ കുറച്ച് പേടിയുണ്ട്. വേറെ നമുക്ക് എന്താണ് റിലേഷൻഷിപ്പിൽ പേടിയെന്ന് നോക്കാം. ഇവിടെ പക്ഷെ 10 of Swords കാണിക്കുന്നുണ്ട്. 10 of Swords എന്ന് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയോ? പറഞ്ഞ ഉടനെ നിങ്ങൾ വേണ്ടാന്ന് തീരുമാനം എടുത്തോ? നിങ്ങളിപ്പോൾ സിംഗിൾ എനർജി ആണോ? ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പേഴ്സൺ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓടിക്കളഞ്ഞ, നിങ്ങൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തില്ല, അത് ഈ പേഴ്സണ് ദേഷ്യമായിട്ടുണ്ട്, മനസ്സിലായോ? നിങ്ങളോട് ഈ പേഴ്സണ് ഭയങ്കര പാഷനാണ്, പക്ഷേ നിങ്ങളിത് സറണ്ടർ ചെയ്തു. എനിക്ക് പറ്റില്ല ഇയാളുടെ പുറകെ പോകാൻ, അല്ലെങ്കിൽ ഇവരുടെ പുറകെ പോകാൻ, ആരെക്കൊണ്ട് പറ്റും? നാണക്കേടായി. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നാണക്കേടായപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ ഈ പേഴ്സണൊരു സംശയമുണ്ട്, നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണോ എന്ന്. നിങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ആയിട്ട് ചിലപ്പോൾ ഈ പേഴ്സണോട് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഇത്രയും നാളായിട്ട് വിവാഹം കഴിക്കാതിരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങളുടെ ഇതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പേഴ്സൺ അതൊരു ടെൻഷനാണ്, കാരണം നിങ്ങൾ കാണാൻ മോശമില്ലാത്ത ആളാണ്. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാതിരുന്നെങ്കിൽ അതിനൊരു വലിയൊരു കാര്യം വേണമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒറ്റപ്പെട്ട ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്തതെന്നും പേഴ്സണ് സംശയമുണ്ട്. ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടല്ല, താൽക്കാലികമായ ഒരു എക്സ്പെരിമെൻറ്റ് മീൻസ് ഫണ്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്തതെന്നൊരു സംശയം പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതൊരു നിങ്ങളുടെ ഈ ലോൺലിനെസ്, ബീയിങ് അലോൺ, പിന്നെ ലോൺലിനെസ്സും രണ്ട് കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്നവരെല്ലാം ലോൺലിനെസ്, ഏകാന്തത അനുഭവിക്കുന്നവരല്ല. ഏകാന്തത എന്നാണ് പറയുന്നത്, ലോൺലിനെസ്, ആരുമില്ലായ്മ, ലോൺലിനെസ്, ഒറ്റപ്പെടൽ യെസ്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളല്ല. ചിലർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആ ലൈഫ് ചൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരാളാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചൂസ് ചെയ്ത് ഇത്രയും പ്രായമായപ്പോൾ നിങ്ങൾക്ക് അതൊരു മടുപ്പായി തുടങ്ങിയത് കൊണ്ടാണോ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യുന്ന സംശയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്ത പോലെ പലരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ ഈ പേഴ്സൺ ഉണ്ട്. അതാണ് ഈ പേഴ്സണെ ഇഷ്ടമില്ലാത്ത കാര്യം, കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ ഈ പേഴ്സൺ കുറച്ച് കൺസർവേറ്റീവ് ആണ്. എന്തുകൊണ്ട് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ പുരുഷനുള്ള എന്തുകൊണ്ടാണ് നിങ്ങൾ വിവാഹം വേണ്ടാന്ന് വെച്ചത്? അത് ഈ പേഴ്സൺ എപ്പോഴും സംശയമാണ്. അത് പക്ഷെ തുറന്ന് ചോദിക്കാനുള്ള ധൈര്യവുമില്ല, കേട്ടോ. നിങ്ങളെ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അതാണ് ഈ പേഴ്സണ് ഒരു ഡൗട്ട്. പിന്നെ എന്തിനാ എന്നെ ചൂസ് ചെയ്തത്, അങ്ങനത്തെ ഒരു സംശയം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്? നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ ഈ പേഴ്സൺ ഭയങ്കര ധനികനായിരിക്കാം, അല്ലെങ്കിൽ ധനികയായിരിക്കാം. അപ്പോൾ പൈസ അടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്തത് എന്നൊരു സംശയം ഈ പേഴ്സൺ ഉണ്ട്. അതാണ് ഈ പേഴ്സൺ ഏറ്റവും സംശയം. ഈ പേഴ്സൺ ചിലപ്പോൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും കൂടി ഈ പേഴ്സൺ നോക്കേണ്ടി വരുമോ എന്നൊരു ചിന്ത ഈ പേഴ്സണിന് ഉണ്ട്. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വേണം ഈ പേഴ്സണ്. ഇതിന് ക്ലാരിറ്റി ഇല്ല. ഇങ്ങനൊരു ചിന്ത ഈ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും കൂടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമോ, അതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്തതെന്നുള്ളൊരു സംശയം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഭയം. അപ്പോൾ ഈ പേഴ്സണ് സ്നേഹമുള്ളത് കൊണ്ടല്ല,
നിങ്ങൾ ഈ പേഴ്സണെ യൂസ് ചെയ്യാനും ഇയാളുടെ അല്ലെങ്കിൽ ഇവരുടെ പൈസ ഉപയോഗിക്കാൻ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തതെന്നാണ് ആ പേഴ്സൺ ഭയക്കുന്നത് റിലേഷൻഷിപ്പിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് എടുക്കുക? ഈ പേഴ്സൺ നിങ്ങൾക്കൊരു ഓഫർ തരാൻ ആഗ്രഹിക്കും. ഈ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു 10 of Pentacles ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന് സമയമായിട്ടില്ല. ഈ പേഴ്സൺ ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ കാണുന്ന പോലെ അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു പ്രൊവൈഡർ ആയിരിക്കും, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ നിങ്ങളെ സഹായിക്കണമെന്ന് ഈ പേഴ്സണ് ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കില്ല. ഈ പേഴ്സൺ ചിലപ്പോൾ പല ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം. ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റൊരു ബിസിനസ്സിലേക്ക് പോകുന്നു, ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓൾറെഡി മാരീഡ് ആണ്, വൈഫും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും ഉള്ള ആളാണ്. എന്നാലും നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടും കൂടിയിട്ടാണ് പേഴ്സൺ ഡൗട്ട് ചെയ്തത് നിങ്ങളെ. കാരണം ഈ പേഴ്സൺ ഓൾറെഡി ഒരു ഫാമിലി ഉള്ള മാരീഡ് ആയ ഒരു സ്ത്രീയോ പുരുഷനോ ആണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണോട് പ്രപ്പോസ് ചെയ്തതെന്ന് ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടിട്ടാണ് ഈ പേഴ്സൺ ഇത്രയും സംശയം വന്നത്. എന്തായാലും നിങ്ങൾക്കൊരു ഓഫർ തരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പെട്ടെന്നല്ല, കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റിൽ ചെയ്യാനുണ്ട്. എന്നിട്ട് ഈ പേഴ്സൺ, കാരണം ഇവിടെ ഓൾറെഡി ഒരു ഫാമിലി നോക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെയും കൂടെ നോക്കണമെങ്കിൽ ഈ പേഴ്സൺ അതിന് ബുദ്ധിമുട്ടില്ല, ഇഷ്ടമാണ് നിങ്ങളെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെയും കൂടെ നോക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് ഈ പേഴ്സൺ വളരണം. അതുകൊണ്ട് കുറച്ച് സമയം കൂടി വേണം ഈ പേഴ്സൺ, മനസ്സിലായി? അപ്പോൾ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ പേഴ്സണോട് ദേഷ്യപ്പെട്ട് ഈ പേഴ്സൺ അകന്നു പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കണ്ണ് തുറന്ന് വെക്കുക. ഇൻറ്റ്യൂഷൻ, ദൈവം ഇതിന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പേഴ്സണൽ സിറ്റുവേഷൻ, എല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സണിലുള്ള നിങ്ങളുടെ വിശ്വാസം പോയി. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു കാർഡും കൂടി ഇട്ടിട്ട് ഇവിടെ 2 of ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം കൂടി വേണം. 2 of Swords കണ്ടില്ല, സോറി. അപ്പോൾ ഓൾറെഡി ഒരു ഫാമിലി ഉള്ളതുകൊണ്ട് നിങ്ങളെയും കൂടെ ചൂസ് ചെയ്യണം ഈ പേഴ്സൺ. അതിന് കുറച്ച് സമയം ഈ പേഴ്സണ് വേണം. അതിന് തീരുമാനം പേഴ്സൺ ഇതുവരെ എടുത്തിട്ടില്ല. അതിന് കുറച്ചും കൂടെ സമയം ഈ പേഴ്സണ് വേണമെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്, കേട്ടോ. പക്ഷേ ഈ പേഴ്സൺ ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്, നിങ്ങളും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ അത്ര വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾ അകന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ കണ്ണും ചെവിയും മനസ്സും തുറന്നു വെക്കുക എന്നാണ് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് ഇതിന് വഴി കാണിച്ചു തരും, കേട്ടോ. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Pisces, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Cancer, Pisces, Scorpio, Gemini, Taurus, Virgo, Capricorn, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Taurus, Virgo, Capricorn, Cancer, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ റീഡിംഗ് അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.